1,00,000 സ്ത്രീകളിൽ ഏതാണ്ട് 40-50 പേർക്ക് തിരുവനന്തപുരത്ത് ഒരു വർഷത്ത് സ്ഥാനാർബുദം നിർണ്ണയിക്കപ്പെടുന്നുണ്ട്. രണ്ടാമതായി വരുന്നത് ഓവറി, എൻഡോമെട്രിയം മുതലായ ക്യാൻസറുകളാണ്. ഇതും ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളെ അപേക്ഷിച്ച് കേരളത്തിൽ പൊതുവെയും തിരുവനന്തപുരത്ത് പ്രത്യേകിച്ചും കൂടുതലാണ്. മൂന്നാമതായി ഈ അടുത്ത കാലത്തായിട്ട് കുടലിൻ്റെയും മലാശയത്തിൻ്റെയും ക്യാൻസർ സ്ത്രീകളിൽ പുരുഷന്മാരിൽ എന്ന പോലെ കൂടുതലായി കണ്ടുവരുന്നുണ്ട്. ഈ 3 തരം ക്യാൻസറുകളുടെയും ഒരു പ്രധാനമായ പ്രത്യേകത ഇത് വളരെ നേരത്തെ കണ്ടുപിടിക്കാൻ കഴിയും എന്നുള്ളതാണ്. എന്നാൽ പുരുഷന്മാരെ അപേക്ഷിച്ച് ആരോഗ്യ പ്രശ്നങ്ങൾക്ക് വിദഗ്ധ ചികിത്സ തേടുന്നതിൽ സ്ത്രീകൾ വളരെ പുറകിലാണ് എന്നതാണ് നമ്മളെ നടുക്കുന്ന ഒരു സത്യം. ഒരു ശരാശരി വീട്ടമ്മയ്ക്ക് കുടുംബത്തിലെ മറ്റുള്ളവരുടെ കാര്യം നോക്കുക, മറ്റു കുടുംബാംഗങ്ങളുടെ ആരോഗ്യം നോക്കുക എന്നതിന് പ്രയോറിറ്റി കൊടുക്കുന്നത് കൊണ്ട് തന്നെ സ്വന്തം ആരോഗ്യം പലപ്പോഴും അവർ അവഗണിക്കുന്നു. ക്യാൻസർ മൂർച്ഛിച്ചെന്ന പല രോഗികളും പറയുന്നത്, എനിക്ക് കഴിഞ്ഞ വർഷം വരാൻ പറ്റിയില്ല, എൻ്റെ മകൾ അല്ലെങ്കിൽ മകൻ 10ാം ക്ലാസ്സിൽ പഠിക്കുകയായിരുന്നു, ഭർത്താവിന് ട്രാൻസ്ഫർ കിട്ടിയില്ല എന്നുള്ള കാര്യങ്ങളാണ്. ഇത് വളരെ ദുഃഖപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. എന്നാൽ ക്യാൻസറുകളുടെ പ്രത്യേകത സമയം താമസിക്കും തോറും അത് വലുതാവുകയും അതിൻ്റെ സ്റ്റേജ് വർദ്ധിക്കുകയും അത് ചികിത്സിച്ച് മാറ്റാൻ പറ്റാതെ വരികയും ചെയ്യും എന്നുള്ളതാണ്.